വെൽക്കം ടു SPCL ബോണ്ട്. നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അങ്ങനെ ഓർത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഭാഗം എത്തിയിട്ടുണ്ട്. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിന്നിരുന്നത്. സോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡയലൂട്ട് സൊല്യൂഷൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിലേറ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, not depending on the nature of the particle. That is called colligative property, the property of dilute solutions. ഈ colligative properties നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു. There are 4 types of colligative properties. ഓർമ്മയുണ്ടാവും. ഏതൊക്കെയാണെന്ന് പറയാമോ? റിലേറ്റീവ് lowering in vapor pressure, elevation in boiling point, depression in freezing point and osmotic pressure. ഓർമ്മയുണ്ട്. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെയും ഡെറിവേഷൻസ് നമ്മൾ പഠിച്ചു. എങ്ങനെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നതിന് എത്രമാത്രം ഹെൽപ്ഫുള്ളാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിൻ്റെ ബേസിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് പ്രോബ്ലംസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ഓരോന്നിലും എങ്ങനെയാണ് MB കാണുക, ഹൗ ടു ഡിറ്റർമിൻ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം. ദെൻ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കപ്പെടുന്നു. അതിൽ നിന്ന് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എങ്ങനെ കിട്ടും. സോ ഡെൽറ്റ TB ഈക്വൽ ടു TB മൈനസ് T0B നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ ഫ്രീസിംഗ് പോയിൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് പിന്നെ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഈ പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ബേസിലുള്ള പ്രോബ്ലംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഭാഗം ബാക്കിയുണ്ട്. ഏതാണെന്നറിയാം ബാക്കിയുള്ള ഭാഗം? അതായത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന സമയത്തും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോർമലി വരേണ്ടത് എത്രയാണെന്ന് നോക്കുന്ന സമയത്തും ചില അബ്നോർമാലിറ്റി കാണാൻ കഴിയുന്നുണ്ട്. എന്ത് ഈ അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ? അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ചില വാല്യൂസിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്. എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് ആയിക്കോട്ടെ, വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ വാട്ടർ എടുത്തു, വാട്ടറിലേക്ക് നമ്മൾ സൊല്യൂട്ട് ഇട്ടു, കോമൺ സോൾട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അത് സൊല്യൂഷനാക്കിയപ്പോൾ അത് ബോയിലിംഗ് പോയിൻ്റ് എത്ര കണ്ട് റൈസ് ചെയ്തു നോക്കി. അപ്പോൾ ഡെൽറ്റ TB കിട്ടി. നമ്മൾ എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് ഡെൽറ്റ TB കിട്ടി. ഈ ഡെൽറ്റ TB വാല്യൂ നമ്മൾ MB ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വി ഗോട്ട് ദ വാല്യൂ ഓഫ് ഡെൽറ്റ TB, MB, വി ഗോട്ട് ദ വാല്യൂ ഓഫ് MB. ഡെൽറ്റ TB നമുക്ക് കിട്ടിയിട്ടുണ്ട്, MB കിട്ടി. അങ്ങനെ കിട്ടുന്ന MB എത്രയായിരിക്കണം? സോഡിയം ക്ലോറൈഡിനെ സംബന്ധിച്ച് മോളിക്കുലർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് എത്രയാണ്? 58.5 ആണ് അല്ലേ? 58.5 ആണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് 23, ക്ലോറിൻ്റെ അറ്റോമിക് വെയിറ്റ് 35.5. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഗെറ്റ് വാട്ട് 58.5 കിട്ടണം. പക്ഷേ മോളിക്കുലർ മാസ് നമ്മൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ടെക്നിക്ക് വെച്ച് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 58.5 അല്ല, വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു ഇഷ്യൂ റൈസ് ചെയ്തു. കണ്ടല്ലോ. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ തന്നെ എന്തായിരുന്നു? ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് അൺനോൺ സൊല്യൂട്ട് ആയിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു അബ്നോർമാലിറ്റി റൈസ് ചെയ്തത് എന്ന് നമ്മൾ നോക്കണം. ഇതേപോലെ വേറൊരാൾ ഇവിടെ ഉണ്ട്, അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ. അസറ്റിക് ആസിഡ് ബെൻസീനിൽ ഡിസോൾവ് ചെയ്തെടുത്തിരിക്കുന്നു. അടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടോ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടോ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചു. എന്തിൻ്റെ? അസറ്റിക് ആസിഡിൻ്റെ. അസറ്റിക് ആസിഡ് മീൻസ് എഥനോയിക് ആസിഡ്, CH3COOH, അസറ്റിക് ആസിഡ്. അപ്പോഴിവിടെയും മോളിക്കുലർ മാസിൽ അബ്നോർമാലിറ്റി കാണാൻ കഴിയുന്നുണ്ട്. സോ അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മോളിക്കുലർ മാസ് നമ്മൾ വിചാരിക്കുന്ന പോലെ കൃത്യമായി കിട്ടുന്നില്ല. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ടെക്നിക്ക് ഉപയോഗിച്ച് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നാം വിചാരിക്കുന്ന തിയററ്റിക്കൽ വാല്യൂവിലേക്ക് എത്തുന്നില്ല. തിയററ്റിക്കൽ വാല്യൂവിൽ നിന്ന് ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. ദിസ് ഈസ് കാൾഡ് അബ്നോർമൽ മോളാർ മാസ്. സോ അവർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ പ്രൈം പോയിന്റ് in this class is abnormal molar masses. So the experimentally determined molar mass may be lower or higher than the true value. That is the main point. എക്സ്പെരിമെൻ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂ ചിലപ്പോൾ ഹയർ ആവാം അല്ലെങ്കിൽ ലോവർ ആവാം. എന്തിനേക്കാളും? ട്രൂ വാല്യൂവിനേക്കാളും. നമ്മൾ 58.5 എന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും.
അപ്പോൾ 58.5-നേക്കാൾ കൂടാം അല്ലെങ്കിൽ കുറയാം എന്ന് പറയുന്നത് പോലെ ഏത് സൊല്യൂട്ട് എടുത്താലും മിക്കവാറും സൊല്യൂട്ടുകളിലൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു കോമ്പോണൻറ്റ് ബി എന്ന കോമ്പോണൻറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്നോർമാലിറ്റി ഇൻ മോളിക്കുലർ മാസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ അബ്നോർമാലിറ്റി അറൈസ് ചെയ്യുന്നത്? വാട്ട്സ് എ റീസൺ ഫോർ അബ്നോർമാലിറ്റി? അബ്നോർമാലിറ്റിക്ക് കാരണം എന്തായിരിക്കും? ഒന്നുകിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടണം, പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടണം. ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത്, അതായത് സൊല്യൂട്ടിനെ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് മോളിക്യൂൾസിൻ്റെ എണ്ണം, പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടണം, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയണം. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് അബ്നോർമാലിറ്റി ഉണ്ടാവുക. കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ദ പ്രോപ്പർട്ടി ഡിപ്പെൻഡിങ് ഓൺ ദ റിലേറ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ വേരിയേഷൻ വരുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ ഈ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് വേരിയേഷൻ? രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ്. രണ്ട്, ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയും, അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വേരിയേഷൻ വരും. പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അകന്നു പോകുന്ന സമയത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടും, അപ്പോഴും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വേരിയേഷൻ വരും. സോ വാട്ട് ഇസ് ദ റീസൺ ഫോർ അബ്നോർമാലിറ്റി ഇൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഓർ വാട്ട് ഇസ് ദ റീസൺ ഫോർ അബ്നോർമൽ മോളാർ മാസസ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ മാറ്റം വന്നാൽ മോളാർ മാസിലും മാറ്റം വരും. സോ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് വേരിയേഷൻ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. എന്താണ് കാരണം? ഒന്നുകിൽ അസോസിയേഷൻ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് നോക്കാം. എത്തനോയിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബെൻസീനിൽ എടുത്തിരിക്കുന്നു. എത്തനോയിക് ആസിഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതിൽ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റായ ഓക്സിജൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഹൈഡ്രജനും ഉണ്ട്. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് സാധ്യതയുണ്ട്. രണ്ട് എഥനോയിക് ആസിഡ് മോളിക്യൂൾസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ, വെൻ ടു എഥനോയിക് ആസിഡ് മോളിക്യൂൾസ് ആർ കമ്മിങ് ക്ലോസർ, ദർ ഇസ് എ ചാൻസ് ഫോർ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലേ. ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് സാധ്യതയുണ്ട്. അപ്പോൾ when two ethanoic acid molecules are joined together, we will get what? Dimer കിട്ടും. അപ്പോൾ ഡൈമറാണ് കിട്ടുന്നത്. അപ്പോൾ ഡൈമറൈസേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ 1000 പാർട്ടിക്കിൾസ് നമ്മൾ എടുത്തിരുന്നു, ഇപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 500 ഉണ്ടാവുള്ളൂ. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഹാഫായി. കണ്ടല്ലോ. അതുപോലെ 2000 പാർട്ടിക്കിൾസ് ആദ്യം ഉണ്ടായിരുന്നു, 2000 എഥനോയിക് ആസിഡ് മോളിക്യൂൾസ് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്രയായിട്ടുണ്ടാവും? ഡൈമറൈസേഷൻ നടന്ന എത്രയുണ്ടാവും? 1000 പാർട്ടിക്കിൾസായി മാറിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിക്കംസ് ഹാഫ്, പകുതിയായി. നമുക്കത് എങ്ങനെയാണ് ഈ ഡൈമറൈസേഷൻ നടക്കുന്നത് എന്നൊന്ന് നോക്കാം. ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് എഥനോയിക് ആസിഡ് മോളിക്യൂൾസ് വന്നിരിക്കുന്നു, ഇക്വിലിബ്രിയത്തിലാണ്. എന്നിട്ട് എന്ത് കിട്ടിയിരിക്കുന്നു? ഒരു ഡൈമർ ഫോം ചെയ്തിരിക്കുന്നു. അവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടായതായിട്ട് കാണാൻ കഴിയും. ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടായിരിക്കുന്നു. ഹൈഡ്രജൻ ബോണ്ട് മീൻസ് വാട്ട്? ദ സെക്കൻഡ് വീക്ക് ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഓഫ് വൺ മോളിക്യൂൾ ആൻഡ് ഹൈഡ്രജൻ ഓഫ് ദ നൈബറിംഗ് മോളിക്യൂൾ അല്ലേ. ഒരു മോളിക്യൂളിലെ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റും തൊട്ടടുത്ത മോളിക്യൂളിലെ ഹൈഡ്രജൻ തമ്മിലുണ്ടാകുന്ന സെക്കൻഡ് വീക്ക് ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുക. അപ്പോൾ ഈ എഥനോയിക് ആസിഡിൻ്റെ കേസിൽ ഡൈമറൈസേഷൻ നടന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പകുതിയായിട്ടുണ്ട്. അപ്പോൾ അബ്നോർമാലിറ്റിക്ക് സാധ്യതയില്ലേ? ഉണ്ട്. എന്താ കാരണം? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും പകുതിയായിട്ടുണ്ടാവും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസും ഇൻവേഴ്സ്ലി റിലേറ്റഡ് അല്ലേ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പകുതിയായാൽ മോളാർ മാസ് ഡബിൾ ആവും. അപ്പോൾ തന്നെ നമുക്ക് എന്തായി? അവിടെ അബ്നോർമാലിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ഏതാ ബാക്കി? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NaCl. NaCl പകരം നമുക്ക് NaCl എപ്പോഴും നമ്മൾ എടുക്കുന്നതാണ്. വേറൊരു പുതിയ ആളെ എടുക്കാം, ദാറ്റ് ഈസ് KCl. അപ്പോൾ എക്സാമ്പിൾ ഫോർ ഡിസോസിയേഷനിൽ വരുന്നതാണ് ഇത് KCl. എക്സാമ്പിൾ ഫോർ ഡിസോസിയേഷനിൽ നമ്മൾ എടുക്കുന്നത് KCl ആണ്. KCl ഇറ്റ്സ് എൻ അയോണിക് കോമ്പൗണ്ട്. വാട്ടറിലിടുന്ന സമയത്ത്, പോളാർ സോൾവെൻറ്റിൽ ഇടുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ഫോർ ഡിസോസിയേഷൻ. K+ ആയിട്ടും Cl- ആയിട്ടും മാറും. 1000 മോളിക്യൂൾസ് ഓഫ് KCl നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. അത് ഡിസോസിയേഷൻ നടക്കുന്ന സമയത്ത് എന്തായി മാറി? 2000 മോളിക്യൂൾസ് ആയിട്ട് മാറി. കണ്ടല്ലോ. 2000 പാർട്ടിക്കിൾസ് ആയി മാറി. മോളിക്യൂൾസ് അല്ല, അയോൺസ് ആയിട്ട് മാറി, പാർട്ടിക്കിൾസ് ആയി മാറി. 1000 മോളിക്യൂൾസ് ഓഫ് KCl ആർ കൺവേർട്ടഡ് ടു 2000 പാർട്ടിക്കിൾസ് അല്ലേ. 1000 K+, 1000 Cl-, ടോട്ടൽ ഡബിൾ ആയില്ലേ. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഡബിളായി. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഡബിൾ ആകുമ്പോൾ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡബിൾ ആവുന്ന സമയത്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഡബിൾ ആകും. ക്ലിയർ അല്ലേ? കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇസ് ദ പ്രോപ്പർട്ടി ഡിപ്പെൻഡിങ് ഓൺ റിലേറ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഡബിൾ ആയപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഡബിളായി. അപ്പോൾ മോളിക്കുലർ മാസോ ഹാഫ് ആകും. കണ്ടല്ലോ, മോളിക്കുലർ മാസ് പകുതിയായി. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച്
മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ ചില പ്രത്യേക സൊല്യൂട്ടുകളിൽ, അതായത് ഡിസോസിയേഷനും അസോസിയേഷനും പോസിബിലിറ്റി ഉള്ള സൊല്യൂട്ടുകളിലാണ് ഈ പ്രശ്നമുള്ളത്. അവിടെ എന്ത് സംഭവിക്കാം? ദർ ഇസ് എ ചാൻസ് ഫോർ അബ്നോർമാലിറ്റി. അപ്പോൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്താണ് അബ്നോർമൽ മോളാർ മാസ്? ചില സൊല്യൂട്ടുകൾക്ക് മോളിക്കുലർ മാസ് അഥവാ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഡബിൾ ആകാം, അല്ലെങ്കിൽ ഹാഫ് ആകാം. വ്യക്തമായി. അപ്പോൾ ഈ ഡബിൾ ആവുന്നതിൻ്റെ കാരണം എന്ത്, ഹാഫ് ആവുന്നതിൻ്റെ കാരണം എന്ത് എന്ന് മനസ്സിലാക്കുക. മോളിക്കുലാർ മാസും അഥവാ MB മോളാർ മാസ് MBയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഹാഫ് ആയാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഹാഫ് ആകും. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഡബിൾ ആയാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഡബിൾ ആകും. ഈ റിലേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി എപ്പോഴും ഇങ്ങനെ ഈ അബ്നോർമാലിറ്റി ഉണ്ട് എങ്കിൽ ആ അബ്നോർമാലിറ്റി കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇപ്പോൾ നമുക്കാണെങ്കിൽ തന്നെയും ഒരു പ്രോബ്ലം നമുക്കുണ്ടെങ്കിൽ ആ പ്രോബ്ലം റെക്ടിഫൈ ചെയ്തല്ലേ പറ്റും, റെക്ടിഫൈ ചെയ്തേ പറ്റൂ, കറക്റ്റ് ചെയ്തേ പറ്റൂ. നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. രാവിലെ നേരത്തെ എഴുന്നേക്കാൻ മടിയാണ്, അതുകൊണ്ട് പഠിക്കുന്നില്ല, നമ്പർ ഓഫ് അവേഴ്സ് വളരെ ഉണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതൊരു അബ്നോർമാലിറ്റിയാണ് എങ്കിൽ, പെട്ടെന്ന് ഇറിറ്റേഷൻ വരുത്തുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടേത്, അത് അബ്നോർമാലിറ്റി ആണെങ്കിൽ വി ഹാവ് ടു കറക്റ്റ് ഇറ്റ്. ക്ലിയർ നൗ? നമ്മൾ കറക്റ്റ് ചെയ്യണം. അതുപോലെ ഇവിടെ അബ്നോർമൽ മോളാർ മാസ് വരുന്നു എങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് പോയിക്കോട്ടെ എന്നല്ല വിചാരിക്കുക. വി ഹാവ് ടു കറക്റ്റ് ദാറ്റ് അബ്നോർമൽ മോളാർ മാസ്. വി ഹാവ് ടു കറക്റ്റ് ദ അബ്നോർമാലിറ്റി ഇൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എങ്ങനെ എന്ന് ഒരാൾ ചിന്തിച്ചു, വാൻ ഡെ ഹോഫ്. അപ്പോൾ വാൻ ഡെ ഹോഫ് എന്ത് ചെയ്തു? വാൻ ഡെ ഹോഫ് ഒരു കറക്ഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എങ്ങനെയാണ് വാൻ ഡെ ഹോഫ് കറക്ഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്താണ് കറക്ഷൻ ഫാക്ടറിൻ്റെ ഇൻഡിക്കേഷൻ? ലെറ്റ് us see. വാൻ ഡെ ഹോഫ് കറക്ഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഇൻഡിക്കേഷൻ നൊട്ടേഷൻ സ്മോൾ ഐ ആണ്. സ്മോൾ ഐ. അപ്പോൾ സ്മോൾ ഐ എന്ന് പറഞ്ഞാൽ വാൻ ഡെ ഹോഫ് ഫാക്ടർ എന്നാണ് പറയുക. വാൻ ഡെ ഹോഫ് ഫാക്ടർ കറക്ഷൻ ഫാക്ടറാണ്. വാൻ ഡെ ഹോഫ് എന്താ ചെയ്തത്? അദ്ദേഹം ഈ എക്സ്റ്റെൻറ്റ് ഓഫ് അസോസിയേഷൻ എത്രയാണ്, എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ എത്രയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എത്രമാത്രം അസോസിയേഷൻ നടക്കുന്നുണ്ട്, എത്രമാത്രം ഡിസോസിയേഷൻ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കറക്ഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് അദ്ദേഹം നല്ലൊരു ഡെഫിനേഷൻ കൊടുത്തു. I is equal to OC/NC. അതെന്താ? OC/NC. What is OC/NC? Observed colligative property divided by normal colligative property. Observed colligative property divided by calculated colligative property. I is equal to, നമുക്ക് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻസ് വളരെ രസകരമാണ്. 3 തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഓരോന്നും മാറി മാറി നമുക്ക് നോക്കാം. നമ്പർ 1, നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സേർവ്ഡ് മോളിക്കുലാർ മാസ്. കണ്ടോ? നേരെ തിരിഞ്ഞു. നേരത്തെ നമ്മൾ OC/NC എന്ന് പറഞ്ഞു, ഒബ്സേർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മോളിക്കുലാർ മാസിൻ്റെ സെൻസിൽ വരുമ്പോഴല്ലേ. സോ I ഈസ് ഈക്വൽ ടു നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സേർവ്ഡ് മോളിക്കുലാർ മാസ്. പിന്നെ അദ്ദേഹം വാൻ ഡെ ഹോഫ് എന്താ പറഞ്ഞത്? It is the ratio between observed colligative property and calculated colligative property, or it is the ratio between normal molar mass and abnormal molar mass. കണ്ടല്ലോ? അപ്പോൾ നമുക്ക് 2 ഡെഫിനിഷൻ ആയി കഴിഞ്ഞു. 2 ഡെഫിനിഷൻ ആയി കഴിഞ്ഞു. ഇനി 3ാമത്തെ ഡെഫിനിഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിലാണ് നമ്മൾ ഐയെ ഡിഫൈൻ ചെയ്തത്. സോ I ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നോർമൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡബിൾ ആയിട്ട് ഉണ്ടാവും ചിലപ്പോഴല്ലേ. ഡിസോസിയേഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡബിൾ ആയിട്ട് ഉണ്ടാവും. നോർമൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സാധാരണയുള്ള പോലെ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 1000 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. നോർമൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അപ്പോൾ 1000 ആണ്. പക്ഷേ ഡിസോസിയേഷൻ നടന്നപ്പോൾ എത്ര ഉണ്ടാവും? 2000 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയാണ്? 2000 ആണ്. സോ 2000/1000 I എത്ര കിട്ടും? 2 കിട്ടും. ഇനി അസോസിയേഷനാണ് നടന്നതെന്ന് വിചാരിക്കുക. നോർമൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ എടുത്തത് 1000 ആണെന്ന് ഇരിക്കട്ടെ. അസോസിയേഷൻ നടന്നപ്പോൾ അത് 500 ആയി കുറഞ്ഞു, പകുതിയായി കുറഞ്ഞു എന്ന് വിചാരിക്കുക നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോഴെങ്ങനെ മേലെ എത്ര വരും? ന്യൂമറേറ്ററിൽ എത്ര വരും? ന്യൂമറേറ്ററിൽ 500 വരും, ഡിനോമിനേറ്ററിൽ 1000 വരും. അപ്പോൾ എത്രയായി? 1/2 എന്ന് കിട്ടും. കണ്ടോ? ഐയുടെ വാല്യൂ 1/2 എന്ന് കിട്ടും. ഡിസോസിയേഷൻ നടന്നപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിയിട്ടുണ്ടായിരിക്കും, അസോസിയേഷൻ നടന്നപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം 3 ഡെഫിനിഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്നുകൂടി പറയാം ഓരോന്നും. നമ്പർ 1, ഒബ്സേർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ നോർമൽ ഓർ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തത് നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സേർവ്ഡ് മോളിക്കുലാർ മാസ്. മൂന്നാമത്തത്
number of particles after dissociation or association divided by number of normal number of particles. അപ്പോൾ അതിൽ ഈ ഓർ അസോസിയേഷൻ എന്ന് പറയുന്നതിന് വേണമെങ്കിൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം I is equal to number of particles after dissociation divided by normal number of particles എന്ന് പറയാം. അല്ലെങ്കിൽ I is equal to number of particles after association divided by normal number of particles എന്ന് പറയാം. That depends on the നേച്ചർ ഓഫ് ദ സൊല്യൂട്ടിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർന്ന് ന്യൂമറേറ്റർ തന്നെ ഒരുമിച്ചിട്ടിരിക്കുന്നത്. സോ തേർഡ് ഡെഫിനിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻ ഓൾസോ. സോ I ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നോർമൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ക്ലിയർ ആയി. അപ്പം I എന്നാൽ എന്ത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി KCLൻ്റെ കേസിൽ I എങ്ങനെ കണ്ടുപിടിക്കും? വെരി സിമ്പിൾ. KCL എന്താ ചെയ്യുന്നത്? KCL ഡിസോസിയേറ്റ് ചെയ്തു അല്ലേ? നമുക്ക് ഒരു മോളിക്യൂൾ എത്ര പാർട്ടിക്കിൾസ് ആയി? 2 പാർട്ടിക്കിൾസ് ആയി. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിക്കം ഡബിൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കിയേ. ലാസ്റ്റത്തെ ഫോർമുല I ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നോർമൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഡിസോസിയേഷൻ കഴിഞ്ഞപ്പോൾ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായി? 2 പാർട്ടിക്കിൾസ് ഉണ്ടായി. ഡിസോസിയേഷന് മുമ്പ് എത്രയായിരുന്നു? നോർമലി 1 ആയിരുന്നു. സോ 2/1 എത്ര കിട്ടി? 2 കിട്ടി. വെരി സിമ്പിൾ. ഓക്കെ, ഇനി ബെൻസീൻ എന്ന സോൾവെൻറ്റിൽ എഥനോയിക് ആസിഡ് അഥവാ ആസിറ്റിക് ആസിഡ് ഡിസോൾവ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? അസറ്റിക് ആസിഡ് എന്ത് ചെയ്തു? ഓർമ്മയില്ലേ? ഡൈമറൈസ് ചെയ്തു ഇല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായി? പകുതി, ഹാഫായി. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ എത്രയായി? ഇവിടെ പകുതിയായി. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് 0.5 ആണെന്ന് വിചാരിക്കുക. 0.5 ആയി. എത്രയുടെ? 1 ആണ് നോർമലി ഉള്ളത്. സോ നോർമലി ഉള്ളത് 1. ഇപ്പോൾ അസോസിയേഷൻ കഴിഞ്ഞപ്പോൾ 0.5 ആയി. സോ 0.5/1 എത്ര കിട്ടി? 0.5. ഇപ്രകാരം ഏത് ടൈപ്പ് സൊല്യൂട്ടിൻ്റെ, ഇപ്പോൾ കാൽസ്യം ക്ലോറൈഡ് എടുക്കാം, അതുപോലെ ബെൻസോയിക് ആസിഡ് എടുക്കാം, നമുക്ക് ഏത് ടൈപ്പ് സൊല്യൂട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഏത് ടൈപ്പ് സൊല്യൂട്ട് എടുത്താലും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മോളിക്കുലാർ മാസിനെ കറക്റ്റ് ചെയ്തേ പറ്റൂ. അതിനുള്ളൊരു കറക്ഷൻ ഫാക്ടറാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? Hoff ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് കോൾഡ് I. സോ ഇപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇൻ ദ കേസ് ഓഫ് അസോസിയേഷൻ, observed molar mass or observed molecular mass is more than the normal molecular mass. The factor I has a value less than 1. Association എപ്പോഴും less than 1 ആയിരിക്കും. And in dissociation law, since the observed molar mass or molecular mass is less than the normal molecular mass, the factor I has value greater than 1. അപ്പോൾ അസോസിയേഷനിൽ ഐയുടെ വാല്യൂ എത്രയായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഡിസോസിയേഷനിൽ ഐൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇത് രണ്ടും നന്നായിട്ട് ഓർത്തിരിക്കുക. ഈ കറക്ഷൻ ഫാക്ടർ നമുക്ക് മനസ്സിലായി. ഈ കറക്ഷൻ ഫാക്ടർ വെച്ചുകൊണ്ട് എങ്ങനെ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിൻ്റെ ഇക്വേഷനിലേക്ക്, ഓരോന്നിൻ്റെ ഇക്വേഷനിലേക്ക് കറക്ഷൻ ഫാക്ടർ നമുക്ക് ഇട്ടുകൊടുക്കാം? വെരി വെരി സിമ്പിൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ഇക്വേഷൻ നമുക്കറിയാം. ΔTB ഈസ് ഈക്വൽ ടു KBM. ഓർമ്മയുണ്ട്? ആ KBM എക്സ്പാൻഡഡ് ഇക്വേഷൻ അല്ല, നോർമൽ ഇക്വേഷൻ. ΔTB ഈസ് ഈക്വൽ ടു KBM. എക്സ്പാൻഡ് ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെ വരും? ΔTB ഈസ് ഈക്വൽ ടു 1000 kBWB ഡിവൈഡ് ബൈ MBWA. അതിൻ്റെ മുമ്പിൽ ഒരു I ഇട്ടാൽ മതി, പണി കഴിഞ്ഞു. സോ ΔTB ഈസ് ഈക്വൽ ടു IKBM. അതുപോലെ ΔTF, വാട്ട് ഈസ് ΔTF? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. ആ ΔTFൽ I മുമ്പിൽ ഇട്ടാൽ മതി. വെരി സിമ്പിൾ. സോ ΔTF ഈസ് ഈക്വൽ ടു IKFM അല്ലെങ്കിൽ I ഇൻറ്റു 1000. ഓർമ്മയുണ്ടാവും, 1000 KFWB ഡിവൈഡ് ബൈ MBWA. ആ ഇക്വേഷനിലേക്ക് എന്ത് ഇട്ട് കൊടുത്താൽ മതി? ഈ പറയുന്ന I എന്ന് പറഞ്ഞാൽ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇനിയിപ്പം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിലോ, ഓസ്മോട്ടിക് പ്രഷർ പൈ അല്ലേ? പൈ ഈസ് ഈക്വൽ ടു N/V/RT ആണ്. ഓർമ്മയുണ്ടാവും. NBക്ക് പകരമാണ് നമ്മൾ WB/MB എടുത്ത് പൈ ഈസ് ഈക്വൽ ടു WB/RT/MBV എന്ന് പറഞ്ഞത്. ഓർമ്മയുണ്ട്? അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? I മുമ്പിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി N/V എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. ദാറ്റ് ഈസ് C ആണ്. കോൺസെൻട്രേഷൻ C, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഓർ സോൾവെൻറ്റ് അല്ലേ? വോളിയം ഓഫ് നിശ്ചിത വോളിയത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് മൊളാരിറ്റി, നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ, നമ്പർ ഓഫ് മോൾസ് പെർ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഓർ സോൾവെൻറ്റ്. അപ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ, അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതെന്താണ്? കോൺസെൻട്രേഷൻ ആണ്. സോ N/V ഈസ് കോൺസെൻട്രേഷൻ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓർ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ.
ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. അപ്പോൾ സി എന്ന് എടുത്താൽ മതി. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു ICRT എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഇനിയിപ്പോൾ വേറെ ഏതൊരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നത് റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ, അതിൻ്റെയും മുമ്പിൽ എന്തിട്ട് കൊടുത്താൽ മതി? I എന്നിട്ട് കൊടുത്താൽ മതി. സോ എങ്ങനെയാണ് കറക്ഷൻ ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയൊരു ഭാഗം കൂടി ബാക്കിയുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഡിസോസിയേഷനും അസോസിയേഷൻ നടക്കുന്നത് എത്ര കണ്ടാണ്? ദ എക്സ്റ്റെൻറ്റ് ഓഫ് അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ. എത്ര കണ്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര കണ്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ ഡിഗ്രി ഓഫ് അസോസിയേഷൻ. എത്ര മാത്രം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? 50% ആണോ, 20% ആണോ അസോസിയേറ്റ് ചെയ്തത്? എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? 75% ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ? വെറും 10% ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് കണ്ടുപിടിക്കണം. സോ അതിനുള്ള ഒരു ടേമാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ ഡിഗ്രി ഓഫ് അസോസിയേഷൻ, ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ആൽഫ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഇക്വേഷൻ മാത്രമാണ് തരുന്നത്. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചിരിക്കണം. ഡിസോസിയേഷനാണ് നടക്കുന്നതെങ്കിൽ extent of dissociation, that is alpha, that is degree of dissociation is equal to I minus 1 divided by n minus 1. I minus 1 divided by n minus 1-ലെ I എന്ന് പറയുന്നത് ഏതാണ്? I is the correction factor, Van der factor. N is the number of particles. Number of particles എത്രമാത്രം ഉണ്ട്. ഇതുപോലെ അസോസിയേഷനാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഡിഗ്രി ഓഫ് അസോസിയേഷനാണ് പറയുക. അപ്പോൾ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു 1 മൈനസ് I ഇൻറ്റു n ബൈ n മൈനസ് 1. ഇതിൽ I എന്ന് പറയുന്നത് എന്താണ്? വാൻ ഡർ ഫാക്ടറാണ്. n ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തുടക്കത്തിൽ തരും. എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്, അത് എത്രമാത്രം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ രണ്ട് ഇക്വേഷനും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് എവിടെയും പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം വരും, എൻട്രൻസിനൊക്കെ പ്രത്യേകിച്ചും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മൾ മിക്കവാറും കറക്ഷൻ ഫാക്ടറൊക്കെ പഠിച്ചു കഴിഞ്ഞു, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓരോ പ്രോബ്ലമായിട്ട് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം നോക്കിയേ. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ ഈസ് 0.850 bar. എ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് സോളിഡ് weighing 0.5 gram when added to 39.0 gram of benzene. ബെൻസിൻ്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്. മോളാർ മാസ് ഇസ് ഈക്വൽ ടു 78 gram per mole. ആൻഡ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ദെൻ ഈസ് 0.845 bar. വാട്ട് ഇസ് ദ മോളാർ മാസ് ഓഫ് സോളിഡ് സബ്സ്റ്റാൻസ്? എന്താണ് കണ്ടെത്തേണ്ടത്? അപ്പോൾ MB കാണണം അല്ലേ? MB കണ്ടത്. വാട്ട് ഇസ് ദ മോളാർ മാസ് ഓഫ് ദ സോളിഡ് സബ്സ്റ്റാൻസ്? MB കാണണം. ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് ഇക്വേഷൻ അറിയാം. അതിനു മുമ്പ് തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വരിക? P0A എത്രയാ? P0A തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് 0.850 bar. PA എത്രയാ? 0.845 bar. MA മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ് ബെൻസീനാണ്, 78 gram per mole തന്നിട്ടുണ്ട്. WA എന്താ? WA വെയ്റ്റ് ഓഫ് ദ സോൾവെൻറ്റ്, ദറ്റ് ഈസ് 39 gram. WB വാട്ട് ഈസ് WB? വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട്. എത്രയാണ് സൊല്യൂട്ടിൻ്റെ വെയ്റ്റ്? 0.5 gram. MB is to be determined. MB കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് ഇക്വേഷനിലേക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? P0A മൈനസ് P ഡിവൈഡ് ബൈ P0A ഈസ് ഈക്വൽ ടു WBMA ഡിവൈഡ് ബൈ MBWA. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, MB കണ്ടുപിടിക്കുക. P0A അറിയാം, P അറിയാം, WB അറിയാം, MA അറിയാം, WA അറിയാം. MB ക്യാൻ ബി ഡിറ്റർമിൻഡ്. MB മാത്രമായിട്ട് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഓക്കെ, ശരി. അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കണം. ആൻസർ പറയില്ല, ആൻസർ നിങ്ങൾ സ്വയം ചെയ്യുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നു. ഇതൊക്കെ വർക്കാണ്, വർക്ക് നിങ്ങൾ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 2. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസിൻ ഈസ് 353.23 K. When 1.80 gram of a non-volatile solute was dissolved in 90 gram of benzene, the boiling point is raised to 354.11 K. കണ്ടോ? ബോയിലിംഗ് പോയിന്റ് റൈസ് ചെയ്തു. 353.23 കെൽവിനിൽ നിന്ന് 354.11 K ആയിട്ട് റൈസ് ചെയ്തു. ദറ്റ് ഈസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഡെൽറ്റ TB കിട്ടിയില്ലേ? അപ്പോൾ T0B ഉണ്ട്, TB ഉണ്ട്, കണ്ടല്ലോ, എല്ലാം തന്നിട്ടുണ്ട്. പിന്നെയോ 1.80 gram ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് WB തന്നിട്ടുണ്ട്. 90 gram ഓഫ് ബെൻസീൻ ആണ് അവിടുത്തെ സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് KB ഫോർ ബെൻസീൻ ഈസ് ഗിവൺ. എത്രയാണത്? 2.53 Kelvin kilogram per mole. ഓക്കെ, അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഇസ് ടു ബി ഡിറ്റർമിൻഡ്? MB is to be determined.
കണ്ടല്ലോ, എം ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എം ബി കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ഡെഫിനേഷൻ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാലോ. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് കുറേ ഡേറ്റ വേണം. ആ ഓരോ ഡേറ്റയായിട്ട് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ടി ബി തന്നിട്ടുണ്ട്, ടി ബി 354.11 K. T0B സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 353.23 K. പിന്നെ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ TB മൈനസ് T0B ചെയ്താൽ മതി. അപ്പോൾ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB കിട്ടും. പിന്നെ WB തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.80 K. WA is given, that is 90 gram. KB is given, that is 2.53 Kelvin kilogram per mole. MB can be determined. For that we have an equation. What is that? ആദ്യത്തെ ഇക്വേഷൻ ഏതാണ്? ഡെൽറ്റ TB is equal to 1000 KB WB divided by MBWA. അത് നമുക്കറിയാം. ഡെൽറ്റ TB is equal to 1000 KB WB divided by MBWA. അതിൽ നിന്ന് MB കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ വരിക? MB is equal to 1000 KB WB divided by delta TB into WA. So MB can be determined very easily. അപ്പോൾ ഇതിൽ എന്തൊക്കെ അറിയാം? 1000 is known to you, then 1000 is a constant, KB is a constant, that is the value is given, WB is given in your question, delta TB is equal to TB minus T0B. അത് ചെയ്യുക. ഡെൽറ്റ TBയുടെ ഫോർമുല നമുക്കറിയാമല്ലോ, ഡെൽറ്റ TB is equal to TB minus T0B ചെയ്ത് നോക്കുക. WA തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ക്യാൻ വെരി ഈസിലി ഡിറ്റർമിൻ MB കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് വരുന്നു. ദാറ്റ് ഈസ് വെരി സിമ്പിൾ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ശരി. ക്വസ്റ്റ്യൻ നോക്കാം. 200 cm³ ഓഫ് ആൻ aqueous solution of a protein contains 1.26 gram of the protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10⁻³ bar. Calculate the molar mass of the protein. അപ്പോൾ ഇവിടെ എന്താണ് കാണേണ്ടത്? മോളാർ മാസ് ആണ് കാണേണ്ടത്. വെരി സിമ്പിൾ. സോ ഡേറ്റ ഏതൊക്കെയാണ് നോക്കാം. പൈ ഈസ് ഈക്വൽ ടു 2.57 into 10⁻³ bar. V ഈസ് ഈക്വൽ ടു 200 cm³. ദാറ്റ് ഈസ് 0.200 ലിറ്റർ. ലിറ്ററിലേക്ക് മാറ്റി. cm³ എന്ന് പറഞ്ഞാൽ ml ആണ്. mlനെ ലിറ്ററിലേക്ക് നമ്മൾ മാറ്റി. T ഈസ് ഈക്വൽ ടു 300 Kelvin. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ആറിൻ്റെ വാല്യൂ നമുക്കറിയാം. ദാറ്റ് ഈസ് 0.0821 ലിറ്റർ ബാർ മോൾ -1 കെൽവിൻ -1. അതിന് നമ്മൾ 0.083 എന്ന് അപ്രോക്സിമേഷൻ എടുത്തിരിക്കുകയാണ്. ദെൻ WB ഈസ് ഈക്വൽ ടു 1.26 gram. അതും തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻ നമുക്കറിയാം. MB കാണാനുള്ള ഇക്വേഷൻ ഡയറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് MB കാണണം. ദാറ്റ് ഇസ് വാട്ട് എവർ ബി. MB ഈസ് ഈക്വൽ ടു WBRT ബൈ πV. നമുക്ക് കിട്ടിയിരുന്ന ഇക്വേഷൻ പൈ ഈസ് ഈക്വൽ ടു WBRT ബൈ MBV ആയിരുന്നു. അതിന് പകരം MB ഈസ് ഈക്വൽ ടു WBRT ബൈ πV എന്നെടുക്കുന്നു. അതിൽ പൈൻ്റെ വാല്യൂ ഉണ്ട്, V ഉണ്ട്, WB ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ക്യാൻ ഡിറ്റർമിൻ MB. സോ ഇപ്രകാരം MB ഡിറ്റർമിനേഷനാണ് പ്രധാനമായിട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷൻ. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഡിഗ്രി ഓഫ് അസോസിയേഷനും കാണാനുള്ളത് നോർമലി എൻട്രൻസിനൊക്കെയാണ് ചോദിക്കുന്നത്. നന്നായി പഠിച്ചു വെക്കുക. സോ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരുമിച്ചുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഇട്ടുതരാം. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. എക്സാമിനേഷനൊക്കെ റിവൈസ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കാം. പരമാവധി വീഡിയോ കണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുക. സോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയുടേതായിരിക്കും. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു.